സാബു ആർദട്ടി. ഒരു കാര്യം ഉറപ്പാണ്, അൾത്താരയിൽ കയറി അക്രമം കാണിച്ച വിശ്വാസികൾ ചെയ്തത് തെറ്റാണ്. അവർ ചെയ്തത് വലിയ അപരാധമാണ്. അവരും അവരുടെ തലമുറകളും അതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും, അതിൻ്റെ ശാപം അനുഭവിക്കേണ്ടി വരും. നമ്മളൊന്നും ഭയപ്പെടേണ്ട, ഒരു ശാപവും ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. മദ്ബഹയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കിയാൽ, തിരുവസ്ത്രം ധരിച്ച് പുരോഹിതനെ കയ്യേറ്റം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നവരാണ് കേരളത്തിലെ വിശ്വാസികൾ. നമുക്കറിയാം, കഴിഞ്ഞ തലമുറകളിലുള്ളവരൊക്കെ പലതും ഒന്നിലേറെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെത്രാനെ കയ്യേറ്റം ചെയ്താൽ, അച്ഛന്മാരെ കയ്യേറ്റം ചെയ്താൽ, അവർ സംഘർഷം ഉണ്ടാക്കിയാൽ വ്യക്തികൾക്കുണ്ടാകുന്ന വലിയ ദുരന്തങ്ങളും തകർച്ചകളും കുടുംബ തകർച്ചകളും ഒക്കെ ശാപമായി വരുന്നതിനെക്കുറിച്ച് അറിയാം. എന്നാൽ സാബു ആർദട്ടി പറയുന്ന ഈ കാര്യം എന്താണ്? ഇത് വിശ്വസനീയമാണോ? എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പം വലിയ ശാപം വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു ചുക്കും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? മെത്രാന്മാരെ തൊട്ടാലോ മദ്ബഹയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയാലോ ദൈവം കോപിക്കില്ല എന്നതുകൊണ്ടല്ല. പിന്നെയോ, ദൈവം കൈവിട്ട ഒരു ജനതയ്ക്ക് ഒന്നും സംഭവിക്കാറില്ല. അത് മനസ്സിലായിട്ടില്ലേ? എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത് നോക്കണം. നമുക്കിങ്ങനെ നിരവധി സംഭവങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും പ്രധാനമായ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാവുന്നത് ബൈബിളിൽ നിന്നാണ്. പഴയ നിയമത്തിൽ മോശ മാർപ്പാപ്പയുടെ സ്ഥാനത്താണെന്ന് ഓർക്കണം. മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തികൾ അവരുടെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവരുടെ വസ്തുവകകൾ ഉൾപ്പെടെ ഭൂമി പിളർന്ന് വിഴുങ്ങി നാശമടഞ്ഞ സംഭവം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അപ്പസ്തല പ്രവൃത്തികൾ കാണുന്നത്. ആദിമസഭയുടെ കാലഘട്ടത്തിൽ അനനിയാസും സഫീറയും നിഷ്കരണം വധിക്കപ്പെട്ടതുൾപ്പെടെ വഞ്ചിച്ചവർ അനുഭവിച്ച ദുരന്തങ്ങൾ. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിനോട് ഉള്ള ഒരു വഞ്ചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞത്, അതായത് പരിശുദ്ധാത്മാവിനുള്ള വഞ്ചന ഉരുത്തിരിഞ്ഞത് അനനിയാസും സഫീറയും, അതുപോലെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് അപ്പസ്തല പ്രവൃത്തി കാണാൻ കഴിയുന്നതും ഒക്കെയുണ്ട്. അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ എപ്പോഴാണ്? ദൈവം ഒരു ജനതയോട് കൂടുതൽ സമീപസ്ഥമായിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ. അതായത് ദൈവം കൂടെയുള്ളവർക്കാണ് ദൈവത്തോട് എതിരിട്ടാൽ, ദൈവത്തിൻ്റെ പ്രതിപക്ഷമായിട്ട് എതിരിട്ടാൽ, ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവത്തിൻ്റെ മതഭകലും കയറി പ്രശ്നം ഉണ്ടാക്കിയാൽ സംഭവിക്കുന്നത്. എന്നാലോ വളരെയേറെ പ്രകോപനപരമായ ദൈവത്തിനെതിരെ നീങ്ങുകയും കാലങ്ങളായി ദൈവത്തിനെതിരെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന പുരോഹിതരും വിശ്വാസികളും അടങ്ങുന്ന സംഘത്തെ ദൈവം കൈവിട്ടാൽ ദൈവം പിന്നെ ഒരു തരത്തിലും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. ഒന്നാമത് ശ്രദ്ധിക്കണം, നാശം വരുത്തുന്നതൊക്കെ പിശാചാണ്, ദൈവം ആരെ നശിപ്പിക്കാറില്ല. എന്നാൽ പിശാചിന് അവസരം ലഭിക്കുന്നത് ഈ ശാപത്തിനിരയാവുമ്പോഴാണ് എന്നതാണ്. എങ്കിലുമാകട്ടെ, അങ്ങനെ തൽക്ഷണം കൊടുക്കുന്ന ശിക്ഷ ഉൾപ്പെടെ പലതരത്തിലുള്ള ശിക്ഷയും ദുരന്തങ്ങളും ഒക്കെ ഒരു വെട്ടിയെടുക്കൽ കൂടിയാണ്. എന്നേക്കുമായി പ്രതികാരനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം ആരും അങ്ങനെ ചെയ്യില്ല. എന്നാൽ അവരെ വെട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി, ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദുരിതങ്ങൾ കൊടുത്ത് ആ പാപത്തിന് പരിഹാരമാകാൻ എന്ന ലക്ഷ്യത്തിലായിരിക്കാം ദൈവം അതൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ദൈവം എന്നേക്കുമായി കൈവിട്ടവരെ വെട്ടിയെടുക്കുകയില്ല. മുന്തിരി തോട്ടം വെട്ടിയെടുക്കുകയില്ല, അതിൻ്റെ വേലികൾ പൊളിച്ച് നാശത്തിന് വിട്ടുകൊടുക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ വേലികൾ പൊളിച്ച് നാശത്തിന് വെട്ടിയെടുക്കാത്ത മുന്തിരിത്തോട്ടത്തിൽ ദൈവം എന്ത് ചെയ്യാനാ? വിട്ടുകൊടുത്തു, ഉപേക്ഷിച്ചു. ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന അഭിഷിക്തനെ ബലമായിട്ട് പിടിച്ചു മാറ്റുക, പെടലിക്ക് പിടിച്ച് തത്വിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കഠിനമാണ്. ഇത് വലിയ പാപമാണ്. സങ്കീർത്തനം 105, 15, 16 വചനം പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങിയാൽ തകർക്കും, നാട്ടിൽ ക്ഷാമം വയ്ക്കും. ഒരു കാര്യം ഉറപ്പാണ്, അൾത്താരയിൽ കയറി അക്രമം കാണിച്ച വിശ്വാസികൾ ചെയ്തത് തെറ്റാണ്. അവർ ചെയ്തത് വലിയ അപരാധമാണ്. അവരും അവരുടെ തലമുറകളും അതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും, അതിൻ്റെ ശാപം അനുഭവിക്കേണ്ടി വരും. ഇത് ചെയ്തവരാരൊക്കെയാണെങ്കിലും ഉറപ്പാണ് ദൈവസന്നിധി നിൽക്കേണ്ടി വരും. ഇതിന് സമാധാനം പറയേണ്ടി വരും. തലമുറകളുടെ മേൽ ശാപം അവർ ഏറ്റുവാങ്ങിയിരിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. ഉറപ്പായിട്ടും ഇതിന് കണക്ക് പറയേണ്ടി വരും. എത്ര ഉന്നതന്മാരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ബുദ്ധിമാന്മാരാണെങ്കിലും കഴിവുറ്റവരാണെങ്കിലും ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും.
ഇതിന് മാറ്റമില്ല. അനുദപിക്കുക. എറണാകുളം മംഗലം അതിരൂപതയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളായി സമരകോലാഹലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപക്ഷത്തും ഉള്ളവരെ ഒത്തിരി പേര് മെത്രാന്മാരെ ദൂഷിക്കുകയും കോലം കത്തിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ഉൾപ്പെടെ ഇരുപക്ഷത്തും ഉള്ളവർ വിശ്വാസികളും അച്ഛന്മാരും ഒക്കെ ചെയ്തു പോയി പറ്റിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പേര് ഫലത്തിൽ പറഞ്ഞ സഭയുടെ നിയമം അനുസരിച്ച് മകരം ശിക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ മകരം ശിക്ഷപ്പെട്ടവരാണ് കൂദാശ പരികർമ്മം ചെയ്യുന്നതും അതുപോലെ കൂദാശ സ്വീകരിക്കുന്നതുമൊക്കെ. ഇങ്ങനെയുള്ള ഒരു ജനത തെറ്റിന് പിന്മാറാൻ ശ്രമിക്കാതെ ഇതിൽ തന്നെ നിലനിന്നത് കൊണ്ട് ദൈവം എന്നേക്കുമായി കൈവിട്ടു. അവർക്ക് ഒന്നും പേടിക്കാനില്ല. അവർക്ക് കൽപ്പന പാലിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. ഒരു തരത്തിലും അവർക്ക് ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. പിശാചുക്കളുടെ അടിമകളായി മാറിയ ബ്ലാക്ക് മാസുകാരെ പോലെ ആയവർക്ക് ഒന്ന് ഭൂമിയിൽ സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ട. അത്തരം പൈശാചിക പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? എന്തെങ്കിലും തകർച്ച നേരിടാറുണ്ടോ? അവർക്ക് വെച്ചടി കയറ്റമല്ലേ? ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുക. ഈ സമര കോലാഹലവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ മുൻനിരയിൽ നിൽക്കുന്ന മതഭഹികർ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തികൾക്ക് ഈ നാളിൽ എന്താ സംഭവിച്ചിട്ടുള്ളൂ എന്ന് നോക്കിക്കുക. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് 2000 ആണ്ടിൽ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മയിൽ. 1999 തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. പരസ്യമായ സമരം, അച്ഛന്മാരുടെ സമരമൊക്കെ തുടങ്ങിയത്. അതേ തുടർന്നുണ്ടായ നിരവധി പ്രശ്നങ്ങൾ എടുത്തു നോക്കുക. ഈ 2-3 കൊല്ലം മുമ്പ് നടന്ന മെത്രാൻ്റെ കോലം കത്തിക്കൽ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുക. അതിലൊക്കെ ഉൾപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരെടുത്ത് നോക്കിക്കോളൂ. കടക്കണിലായിരുന്നവർ സമരത്തിനിറങ്ങിയ ശേഷം രക്ഷപ്പെട്ടു, ജീവിതം രക്ഷപ്പെട്ടു, കുടുംബത്തിൽ വലിയ വരുമാനമായ സ്ഥിതിയാണ്. അതുപോലെ തന്നെ നിരവധിയേറെ വീടില്ലാത്തവർ വീട് വെച്ചതും ഒത്തിരിയേറെ കാശ് കൈവന്നതും എന്തെല്ലാം മെച്ചങ്ങളാണുള്ളത്, എന്തെല്ലാം നേട്ടങ്ങളാണ്. ഭൗതികമായ നിരവധി നേട്ടങ്ങളാണുള്ളത്. ഈ നേട്ടങ്ങളല്ലാതെ ഒരു തരത്തിലും ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് ശാപം കിട്ടി നശിക്കുമെന്ന് ദുരന്തമുഖത്താണവർ. എന്ത് സംഭവിക്കുന്നു ഉറ്റുനോക്കിയവരെല്ലാം വെറുതെ ആയിരുന്നൊരവസ്ഥയാണ്. കാരണം അവർക്ക് വെച്ചടി കയറ്റമാണ്. കാര്യമതാണ്, ദൈവം കൈവിട്ട ഒരു സമൂഹത്തിന് ദൈവത്തിൽ നിന്നും തൽക്കാലം ശിക്ഷയൊന്നും വരാനില്ല. സോദോം ഗൊമോറയൊക്കെ നശിപ്പിച്ചതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചാവുകടലെ തീരുന്ന സ്ഥിതിയൊക്കെ ഒടുവിൽ വന്നേക്കാം. പക്ഷേ തൽക്കാലം ഒരു പ്രശ്നമില്ല. സാബു ബ്രദർ പറഞ്ഞത് സാധാരണ ദൈവജനത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ ദൈവജനം ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ദുരന്തമാകും, വലിയ ശാപമാകും, കുടുംബ തകർച്ച, വ്യക്തി തകർച്ച, വലിയ വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. അത് വെച്ചാണ് സാബു ബ്രദർ പറഞ്ഞത്. പക്ഷേ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവം കൂടെയുള്ള ജനതയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദൈവം കൈവിട്ടവർക്ക് ഒന്നും സംഭവിക്കില്ല. പിശാച് അവരുടെ സംരക്ഷകനാണ്, പിശാച് അവർ കൊണ്ടു നടക്കുന്നു എന്ന കാര്യം സാബു ബ്രദർ അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മളൊന്നും ഭയപ്പെടേണ്ട. ഒരു ശാപവും ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.